കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് ബദലായി കേരളം കൊണ്ടുവന്നതാകട്ടെ കെ റൈസ്. അതും ഈ കടം കയറി കുത്തുവാള എടുത്തിരിക്കുമ്പോൾ കേന്ദ്രത്തെ തോൽപ്പിക്കാൻ തെലങ്കാനയിൽ നിന്നും കടമായി വാങ്ങി. ഇപ്പോഴിതാ മുഖ്യൻ പൊക്കിപ്പിടിക്കുന്ന കെ റൈസിനെ വാരി അലക്കുകയാണ് സോഷ്യൽ മീഡിയ. സാധാരണ രീതിയിൽ സബ്സിഡിയായി സപ്ലൈകോയിൽ വിതരണം ചെയ്യേണ്ട 10 കിലോ അരി പണം നൽകാത്തതിന്റെ പേരിൽ സപ്ലൈകോകൾക്ക് അന്യസംസ്ഥാന വിതരണക്കാർ വിതരണം ചെയ്യുന്നില്ല. അത് മറക്കാനും വിപണിയിൽ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന അരിവില നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്തതുകൊണ്ടും പുതിയ തന്ത്രമായി കെ റൈസ് കൊണ്ടുവരുന്നു. സബ്സിഡി ഇനത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ആവശ്യത്തിന് കിട്ടേണ്ട 10 കിലോ അരിക്ക് പകരം ഇപ്പോൾ വെറും 5 കിലോ ലഭിക്കും ഒരു കാർഡിന്. ഇതാണ് കെ റൈസ്. വിജയന് ജനങ്ങളെ പറ്റിക്കാൻ ഓരോ വഴികൾ ഉണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ആദ്യം കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ കൊടുക്കണം, എന്നിട്ട് മതി കെ റൈസും മറ്റുമെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഉയരുന്നു. കെ റൈസ് പാക്കിംഗ് നടക്കുന്നതിനാൽ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് സംസ്ഥാനത്ത് റേഷൻ വിതരണം ഉണ്ടായിരിക്കില്ല എന്നും കമന്റുകൾ വരുന്നു. ജില്ലയിലെ 130 ഔട്ട്ലെറ്റുകളിലും അരി വിൽപ്പനയ്ക്കായി ഇക്കഴിഞ്ഞ ദിവസം തന്നെ എത്തിച്ചിരുന്നു. അരി എത്തിത്തുടങ്ങിയതോടെ പല ഔട്ട്ലെറ്റുകളിലും വിൽപ്പനയൊക്കെ സജീവവുമായി. പലയിടങ്ങളിലും അരി എത്തിയെങ്കിലും അത് വേഗം തീർന്നു പോയെന്നും പറയുകയാണ്. കുറുവ അരിയാണ് വിതരണത്തിനായി എത്തിച്ചത്. ഒരു റേഷൻ കാർഡിന് 5 കിലോഗ്രാം അരിയാണ് നൽകുന്നത്. കെ റൈസ് എന്ന ബ്രാൻഡ് പേര് പതിച്ച കുറച്ച് സഞ്ചികളും ഔട്ട്ലെറ്റുകൾക്ക് നൽകിയിട്ടുണ്ട്. കിലോ 30 രൂപയ്ക്കാണ് വിൽപ്പന. 2 ദിവസത്തേക്ക് വിൽക്കാൻ ആവശ്യമായ കെ റൈസ് അരിയുടെ സ്റ്റോക്കാണ് നിലവിൽ ഔട്ട്ലെറ്റുകളിൽ നൽകിയിട്ടുള്ളത്. തെലങ്കാനയിൽ നിന്ന് കടമായിട്ടാണ് കെ റൈസ് അതായത് ജയ അരി കേരളം വാങ്ങിയത്. കിലോഗ്രാമിന് 41 രൂപ നിരക്കിൽ വാങ്ങുന്ന അരി ഇപ്പോൾ 30 രൂപയ്ക്കും 29 രൂപയ്ക്കും വിൽക്കുന്നു. അതായത് സപ്ലൈകോ വഴി ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്ന സബ്സിഡി അരിയാണ് ഇപ്പോൾ രൂപം മാറി കെ റൈസായി എത്തുന്നത്. കെ റൈസ് വിലയിലും വ്യത്യാസമുണ്ട്. ജയ അരി കിലോ 29 രൂപയ്ക്കും മട്ട കുറവ് ഇനങ്ങളിലെ അരി 30 രൂപയ്ക്കുമാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് 29 രൂപയ്ക്ക് മട്ട അരിയും കോട്ടയം എറണാകുളം ഭാഗങ്ങളിൽ 30 രൂപയ്ക്ക് മട്ട, കോഴിക്കോട് 30 രൂപയ്ക്ക് കുറുവ അരിയുമാണ് വിൽക്കുന്നത്. നേരത്തെ തന്നെ മാസത്തിൽ 2 തവണയായി 10 കിലോ അരി 25 രൂപ നിരക്കിൽ ലഭിച്ചിരുന്നു. സബ്സിഡി അരി വാങ്ങുന്നവർക്കെല്ലാം നൽകാനുള്ള കെ റൈസ് ഡിപ്പോകളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ അരി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി മറ്റൊന്ന്, കെ റൈസ് എന്ന പേര് വന്നപ്പോഴേ ആളുകൾക്കറിയാം എന്തോ ഉഡായിപ്പ് പരിപാടിയാണെന്ന്. അതുകൊണ്ട് തന്നെ ആളുകൾ അമിത പ്രതീക്ഷയൊന്നും കൊടുക്കാറില്ല എന്നും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ വരുന്നു. ഇനിയൊന്ന് കെ അരി മാത്രം പോരാ, കറിവയ്ക്കാൻ കെ മീനും കെ കപ്പയും കൂടി വേണമെന്നും കമന്റുകൾ വരുന്നു. അതേസമയം കിലോയ്ക്ക് 10 മുതൽ 11 രൂപ നഷ്ടം സഹിച്ചാണ് കെ റൈസ് വിപണിയിൽ എത്തിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കിലോയ്ക്ക് 40 രൂപ ചിലവഴിച്ചാണ് സർക്കാർ അരി എടുക്കുന്നത്. ഇത് 29 രൂപ മുതൽ 30 വരെ സബ്സിഡി നിരക്കിലാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അതായത് കിലോയ്ക്ക് 10 മുതൽ 11 രൂപ നഷ്ടം സഹിച്ചാണ് സർക്കാർ കെ റൈസ് വിപണിയിൽ എത്തിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിന് സോഷ്യൽ മീഡിയയിലെ കമന്റ്സ് ഇങ്ങനെയാണ്: ഇത്ര നഷ്ടം സഹിച്ചു കൊണ്ടുവരുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ലേ പിണറായി വിജയ? ആ നഷ്ടം ഇനി വേറെ ഏതെങ്കിലും വകുപ്പിൽ കൂടി ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരേണ്ടി വരില്ലേ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കമന്റുകളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.